നിങ്ങളുടെ കുടുംബത്തിൽ ആരൊക്കെയോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞങ്ങൾ 7 മക്കളുണ്ട്. അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചോദ്യം വന്നു, 7ാമനാണ് ഞാൻ. അപ്പൻ എന്ത് സമ്പാദിച്ചിട്ടുണ്ട്? സ്വാഭാവികമായ ചോദ്യമാണല്ലോ. അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ അപ്പൻ ഒന്നും സമ്പാദിച്ചിട്ടില്ല, ബാങ്ക് അക്കൗണ്ടിൽ ഒന്നും ഇല്ല, എന്നാൽ കടമൊന്നുമില്ല. എന്റെ അപ്പൻ എനിക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചു? എന്നാൽ വർഷങ്ങൾക്ക് ശേഷം പരിശുദ്ധ ബലിയർപ്പിക്കാൻ അൾത്താരയിൽ നിൽക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, എന്റെ പൗരോഹിത്യ ജീവിതം, ഞാനെന്നൊരു വ്യക്തി പുരോഹിതനായത് എന്റെ യോഗ്യതയൊന്നുമല്ല, മറിച്ച് എന്റെ അപ്പന്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. എന്റെ ചെറുപ്പത്തിൽ എന്റെ കണ്ണു തുറന്ന നാള് മുതൽ ഞാൻ കാണുന്നൊരു കാഴ്ചയുണ്ട്. എന്റെ അപ്പന്റെ മരണം വരെ ഞാൻ കണ്ടൊരു കാഴ്ച, എല്ലാ ദിവസവും അതിരാവിലെ പരിശുദ്ധ കുർബാനയ്ക്ക് വെള്ളമുണ്ടും വെള്ള ഷർട്ടുമിട്ട് ദേവാലയത്തിൽ പോയി അൾത്താരയുടെ മുൻവശത്ത് നിൽക്കുന്ന എന്റെ അപ്പൻ. മഴയുണ്ടെങ്കിലും വെയിലുണ്ടെങ്കിലും തണുപ്പുണ്ടെങ്കിലും പനി പിടിച്ചാലും ദേവാലയത്തിൽ പോയേ പറ്റൂ, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തേ പറ്റൂ. അതാണ് വീട്ടിലെ ഒരു നിയമം. ആരെല്ലാം വന്നാലും വന്നില്ലെങ്കിലും ദിവസവും ദീപബലിയിൽ പങ്കെടുക്കുന്ന അപ്പൻ. ഞാൻ ഇന്ന് പരിശുദ്ധ അൾത്താരയിൽ നിന്ന് ഈ വചനം പറയുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കും, അൾത്താരയുടെ മുൻപിൽ എന്റെ അപ്പൻ കരങ്ങൾ ഉയർത്തി നിൽക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ ഇങ്ങനെ നിൽക്കുന്നതിന് കാരണം എന്റെ അപ്പന്റെ പ്രാർത്ഥനയാണെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓർത്തോണം, നിങ്ങൾ ഇവിടെ ഇരുന്ന് ഈ വചനം കേൾക്കുന്നെങ്കിൽ അതിന്റെ പിന്നിലുള്ള കാരണം എന്താണ്? ആരൊക്കെയോ ഇതുപോലെ കരങ്ങൾ ഉയർത്തിയതിന്റെ, ത്യാഗം ഏറ്റെടുത്തതിന്റെ, കണ്ണുനീരിന്റെ ഒരു അനുഭവം പുറകിലുണ്ട്.